ഞാൻ ശ്രീനിധി. സൂര്യ കോമഡിയിൽ നമ്മൾ പുതിയതായിട്ടൊരു ഷോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, ഫൺ ഫാമിലി. പേര് പോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ഹാപ്പി ഫൺ മൊമെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഷോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആക്ച്വലി നമ്മളൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഈ സമയത്തിനിടയ്ക്ക് ഫാമിലി ആയിട്ടൊരു മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയറാണ്. സോ നിങ്ങളുടെ ഈ റെയറസ്റ്റ് ഓഫ് റെയർ മൊമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ഷോ. ബാക്കി കാര്യങ്ങളൊക്കെ വെയിറ്റ് ആൻഡ് വാച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ ഫൺ ഫാമിലി ഷോയിൽ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന മെയിൽ ട്രിവാൻഡ്രത്ത് നിന്നാണ്. രമ്യ ചേച്ചിയാണ് നമുക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. സോ എന്താണ് പ്രോഗ്രാം, എന്താണ് പരിപാടികൾ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണുമായിരിക്കും അല്ലേ? സോ എൻ്റെ കൂടെ പോകുന്നുള്ളൂ, എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, നേരെ രമ്യ ചേച്ചിയുടെ വീടിന്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ആവേശത്തിൽ ഓടിപ്പോയി അവിടുത്തെ കോളിംഗ് ബെൽ അടിക്കാൻ പറ്റത്തില്ല. ചേച്ചി ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഹലോ. ആദ്യം ഞാൻ ഇതങ്ങ് തന്നേക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ രമ്യ ചേച്ചി. പാർട്ട്ണർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഫൺ ഫാമിലി ടീമിനെ ആദ്യം കോൺടാക്ട് ചെയ്തത് രമ്യ ചേച്ചിയാണ്. രമ്യ ചേച്ചി, എങ്ങനെയാ ഇത് നമ്മളുടെ ഈ കാര്യം അറിഞ്ഞത്, ഡീറ്റെയിൽ അറിഞ്ഞത് എങ്ങനെയാ? സൂര്യ കോമഡി ചാനലിൽ ഒരു ആഡ് കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പാർട്ട്ണറിന് പണി കൊടുക്കുക എന്നുള്ളത് നോക്കിയപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ നമുക്ക് എന്താ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, പാർട്ട്ണർക്ക് പണി കൊടുക്കുക എന്നുള്ളത് മാത്രം ചേച്ചിക്ക് നന്നായിട്ട് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ട്ണർ എന്തേ, ചേച്ചിയുടെ ഹസ്ബൻഡ് എന്തേ? അകത്തുണ്ടാള്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അല്ലേ? അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്താന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണും. ചേച്ചിക്ക് ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ലെന്നാ പറഞ്ഞത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പോരെ. അപ്പൊ നമുക്ക് ചേട്ടനെ വിളിച്ചാലോ? നമുക്ക് അധികം വൈകിപ്പിക്കണ്ട, പണി അങ്ങോട്ട് കൊടുക്കാം അല്ലേ? വിളി ചേട്ടാ. എന്തോ ഞാനാണ് ഈ വീട്ടിലെ ആളെ പോലെ ഞാൻ നിങ്ങളെ ഇരുത്തുന്നത്. ഓക്കെ, അപ്പൊ ചേട്ടാ, ഞങ്ങൾ ആരാ എന്താന്നൊക്കെ മനസ്സിലായോ? എന്റെ അടുത്ത് ഒരാഴ്ച മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സൂര്യ കോമഡി ടീം വരും. അപ്പൊ സൂര്യ കോമഡിന്ന് വരും എന്നൊക്കെ കേട്ടോണ്ടായിരിക്കും ചേട്ടൻ നല്ല കുട്ടപ്പനായിട്ട് ഒരുങ്ങി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ചേട്ടൻ ചിരിച്ചോണ്ടിരിക്കണ. ചേട്ടനിട്ടുള്ള പണിയെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ട്ണർക്ക് ഇട്ട് പണി, ഹസ്ബൻഡിന് പണി തരാൻ വിളിച്ചു വരുത്തിയതാ. അങ്ങനെ ഒരു ഷോ ആണിത്. അതിനു മുമ്പ് നമുക്ക് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. ഞാൻ വന്നതല്ലേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പൊ പറ, രമ്യ ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ചേട്ടന്റെ പേര് പറ. എന്റെ പേര് മുരുകൻ എന്നാണ്. ഞാൻ ബിസിനസ്സാണ്. ട്രിവാൻഡ്രത്ത് ചാലയിൽ ഒരു ഗോൾഡ് ഷോപ്പാണ്. ഗോൾഡ് ഷോപ്പാണ്. സ്വർണ്ണ മുതലാളിയാണല്ലേ? അതെ, ചെറിയൊരു കുഞ്ഞു മുതലാളി. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ? മോളുണ്ട്, 8th പഠിക്കുക. പേരെന്താ? അനുശ്രീ. ഓക്കെ. ഇപ്പൊ മോനുണ്ട്, 3 മാസമായതേ ഉള്ളൂ. 3 മാസമായതേ ഉള്ളൂ. ഓക്കെ, അപ്പം അവനെ ഉറക്കി കിടത്തിയേക്കാന്ന് തോന്നുന്നല്ലേ? ബഹളമൊന്നും കേൾക്കുന്നില്ല ഇവിടെ. ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഉറങ്ങിയേ ഉള്ളൂ. ചേട്ടൻ എന്ത് പണി കൊടുത്താലും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക. ക്യാമറയുടെ ക്ലോസ് ഷോട്ട് നോക്കിയാൽ അറിയാം, വളരെ ചിരിച്ച് സന്തോഷവാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പണി എന്താന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പണി പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ല. വീട്ടിലെ എല്ലാ ഹെൽപ്പും ചെയ്യാറുണ്ട്. ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇപ്പം അയൺ ചെയ്ത് മൊത്തം കണ്ടിട്ടില്ല. അയൺ ചെയ്യുന്ന എല്ലാം നമ്മൾ ഒറ്റയ്ക്കാ ചെയ്യുന്നത് അല്ലേ? അതെ. ഓ, ചേട്ടൻ ആ ഏരിയയിലോട്ട് വരാറുണ്ട്. ആലോചനയുണ്ട്. എങ്കിൽ പിന്നെ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, അയണിങ് തന്നെ കൊടുക്കാം അല്ലെ? ബൈ ചേട്ടൻ വീട്ടിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞു. ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു ഹെൽപ്പ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ ചേട്ടാ, കുറച്ച് ക്ഷമ വേണ്ടുന്ന പരിപാടിയാണല്ലേ? ക്ഷമ വേണം, നമ്മുടെ പുറം വേദനയെടുക്കും. അപ്പൊ പൊതുവേ നിങ്ങളുടെ 3 പേരുടെയും ഡ്രസ്സ്, കുഞ്ഞിന്റെ ഇപ്പൊ കുഞ്ഞല്ലേ, ബാക്കി 3 പേരുടെയും നിങ്ങളുടെ ഡ്രസ്സ് രമ്യ ചേച്ചി തന്നെയാണ് അയൺ ചെയ്യുന്നത്? അതെ. അപ്പൊ നമുക്ക് ഇത് തന്നെ കൊടുക്കാം. നമുക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം, നമുക്ക് ലോക്ക് ചെയ്യാം. അയണിങ് ലോക്ക് ചെയ്യട്ടെ ഞാൻ. ഓക്കെ, അപ്പൊ നമുക്ക് അയൺ ചെയ്യാനായിട്ട് പോവാം. അതിന് മുമ്പ് രമ്യ ചേച്ചി ആദ്യം തന്നെ അകത്ത് പോയിട്ട് അത്യാവശ്യം കുറച്ച് ചുളുങ്ങിയ കുറച്ചധികം ഡ്രസ്സിങ് എടുത്തോണ്ട് പോരെ.
ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അത്യാവശ്യം നല്ല ചുളുങ്ങിയ ഡ്രസ്സുകൾ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ചേട്ടാ നമുക്കെങ്കിൽ അയൺ ചെയ്യാൻ പോവാം. ചേച്ചി ഇവിടെ റെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞങ്ങളിതാ അയൺ ചെയ്യാനുള്ള ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് എല്ലാം കൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ചേട്ടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടൻ വളരെ ചിരിച്ച് എന്ത് ചലഞ്ചും ചേട്ടൻ നെഞ്ചും വിരിച്ച് ഏറ്റെടുക്കുന്ന രീതിയിലിരിക്കുകയാണ്. അയണിങ് കുറച്ച് കുറഞ്ഞു പോയോ? ഇത്തിരി കുറഞ്ഞു പോയെന്നല്ല, ഇത് ഇത്തിരി ഓവറാണ്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഏത് ഡ്രസ്സ് ചേട്ടാ എടുക്കുന്നത്? മോളുടെ അല്ല, ഇത് ചേട്ടനാണ്. വൈഫിന്റെ ഒരു ജീൻസ് ആണ് നമ്മൾ ഫസ്റ്റ് അയൺ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് പിടിച്ചു വെച്ച് സഹായിച്ചു തരാം. പിന്നെ ചേട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതാ ഇവിടെ ഷോക്കേസിലൊക്കെ കുറെ ട്രോഫിയും എന്തൊക്കെയോ മൊമെന്റോ ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എന്തിന്റെ ആയിരുന്നു ചേട്ടാ? ചേട്ടന് കിട്ടിയതാണോ അതോ മോൾക്കാണോ? നമ്മുടെ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ അതിൽ അംഗമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് സർവീസായിട്ട്. അപ്പൊ അതിലൂടെ കിട്ടിയ ഒരു അംഗീകാരമാണ് ശരിക്കും. അതിന്റെ ട്രോഫിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ജോലി ചെയ്യുന്നത് റിലേറ്റഡ് ആണോ? അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചേട്ടാ? അയൺ ചെയ്തു നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നുമല്ല, നമുക്ക് മെയിനായിട്ട് സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻ ആണ്. അപ്പം നമ്മൾ വളരെ സാധാരണക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ കഴിയുന്ന രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യും. ഞാൻ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞുണ്ടല്ലോ, ചേട്ടൻ അയണിങ് നിർത്തിയിരുന്ന എന്നോട് വർത്താനം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വേഗം ഫിനിഷ് ചെയ്യാൻ പറ്റും തോന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം എന്റെ വായടച്ചിരിക്കും, അതായിരിക്കും നല്ലത്. ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ പണി ഞാൻ പൂർത്തിയായിരിക്കും. അതെ അതെ, നമുക്ക് കിട്ടിയ പണി വേഗം തീർക്കാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ജീൻസ് അയൺ ചെയ്തിട്ടുണ്ട്. ജീൻസ് അയൺ ചെയ്തത് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷെ നന്നായിട്ട് അയൺ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ നോക്കുമ്പോൾ ചുളുക്കൊക്കെ ഉണ്ട്. സാരമില്ല, അടുത്ത എടുക്കിനി. ഇന്ന് ഫുൾ എന്തായാലും ചേച്ചിയെ കാണിക്കാനുള്ളതാ. ടീഷർട്ടാണ് അടുത്തേക്കുന്നത്. യൂഷ്വലി പിള്ളേരുടെ യൂണിഫോം, മോളുടെ ഒക്കെ യൂണിഫോം വൈഫ് തന്നെയാണ് അയൺ ചെയ്യുന്നത്. ചേട്ടാ അപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിട്ട് തേച്ചിട്ടാണോ മടക്കണ്ടേ? അതെ അതെ. ചേട്ടൻ എളുപ്പപ്പണിക്ക് അങ്ങ് തേച്ച് ചേട്ടാ. മൊത്തത്തിൽ തേച്ചിട്ടല്ല ഫോൾഡ് ചെയ്തത്, ചേട്ടൻ ഫോൾഡ് ചെയ്ത് വെച്ചോണ്ടാ തേക്കുന്നത്. ഇതും ഒരു തട്ടിക്കുട്ടിയുള്ള ഒരു അയണിങ് ആണ്. എന്റെ ഷർട്ട് തന്നെ ഞാൻ തേക്കാം. ആ ഓക്കെ. നേരത്തെ മോളുടെ ടീഷർട്ട് ഇതാ ഇവിടെ അയൺ ചെയ്ത് വെച്ചു. ചേച്ചിയുടെ ജീൻസ് അയൺ ചെയ്ത് വെച്ചു. ഇതൊക്കെ അവിടെ നിന്ന് ചേച്ചി മോളും കണ്ടോണ്ടിരിക്കുക. എനിക്ക് ഐഡിയ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു രീതിയിൽ ഇത് തേച്ചെടുക്കുന്നത് കേട്ടോ ഗൈസ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇത് ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് തേച്ച് ഇതിന്റെ കൈയൊക്കെ അപ്പുറത്ത് കിടക്കായിരുന്നു, പിന്നെ അതെടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടിട്ടൊക്കെ തേക്കുന്നു. ഒരുവിധം ഒപ്പിച്ചു എന്ന് പറയാം. ഒരു കുർത്തിയാണ് അടുത്തത്. ഇത് ഫോൾഡ് ചെയ്യാൻ അറിയോ കുർത്തിയൊക്കെ? ഓക്കെ. കയ്യിലൊക്കെ അതുപോലെ ചുളുക്കുണ്ട് കേട്ടാ. അതൊക്കെ ചേച്ചി കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇതെല്ലാം തുറന്നു നോക്കും അവര്. നാലാമത്തത് അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്ററായി വരുന്നുണ്ട്. ചേട്ടൻ്റെ ടീഷർട്ട് അതല്ലേ? ഓക്കെ.
പഴയ പരിപാടി അല്ലേ? മടക്കുന്നു, അതിനകത്ത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് വൈഫിന്റെ തന്നെ ഒരു ടോപ്പ് കുർത്തുണ്ട്. ഓക്കെ. വെറുതെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാ. കുറെ നേരമായല്ലോ, പാവം വിയർത്തു തുടങ്ങി. അടുത്തത് മോളുടെ ഒരു ടീഷർട്ട് നമ്മൾ തേച്ച് കുളവാക്കി. അടുത്തതായി ഞങ്ങൾ ജീൻസിലേക്കാണ് കിടക്കുന്നത്. മോളുടെ ടീഷർട്ട് തേച്ച് കുളവാക്കിയതുപോലെ ആയിട്ടില്ല, ഇത് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട്. ആ, ഞാൻ പറഞ്ഞ പോലെ തേച്ച് 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 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല, ഫസ്റ്റ് ഉള്ളതിനേക്കാളും ബെറ്റർ ആവുന്നുണ്ട്. ആ, 7 എണ്ണം ചേട്ടൻ ഇതുവരെ അയൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോളുടെ ഒരു ടോപ്പും കൂടാണ് ലാസ്റ്റ്. ഏകദേശം ഈ ആഴ്ചത്തെ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടാവും, ഏകദേശം. ചേട്ടൻ കാര്യമായിട്ട് അയൺ ചെയ്യുന്നതൊക്കെ ചേച്ചി അവിടെ നിന്ന് കാണുന്നുണ്ട്, അവിടെ നിന്ന് കണ്ട് റിയാക്ഷൻ ഉണ്ട്, അവിടെ ചിരിക്കുന്നുണ്ട് അവര്. ചുളുക്കെന്നൊക്കെ പറഞ്ഞപ്പോഴുണ്ടല്ലോ, ഇത് നല്ല ചുളുങ്ങിയിരിക്കുക കേട്ടാ, അല്ലേ? ബട്ടനൊക്കെ ഇട്ട് പെർഫെക്റ്റ് ആയിട്ട് മടക്കുന്നു. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാ, അങ്ങനെ 9 ഡ്രസ്സ് ചേട്ടൻ ദാ ഇവിടെ അയൺ ചെയ്തിട്ടുണ്ട്. പിടിച്ചോ ചേച്ചി, വാ. ചുളുക്കെന്ന് പറഞ്ഞപ്പോ നല്ല ചുളുക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും. എങ്ങനെയുണ്ട്? ഓരോന്ന് തുറന്നു നോക്കിക്കോ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ അയൺ ചെയ്യാൻ അറിയാല്ലേ? കുഴപ്പമില്ല, ചെറിയൊരു പ്രശ്നമാണ്. അത് ഇനിയിപ്പം കണ്ടിന്യൂ ചെയ്ത് എനിക്ക് തന്നോളൂ പണി. ഇനിയിപ്പോ ചേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി. അപ്പൊ ഇത് ഈ പണിയും കൂടെ ഇനി തരാം. ഇനി ഞാനൊരു പണി തരട്ടെ, ആ കുർത്തയൊക്കെ ഒന്ന് തുറന്നു നോക്ക്. അകത്തൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതാ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞില്ലേ. ചേച്ചി ഹാപ്പിയാണോ ഇതില്? ഹാപ്പിയാണ് അയൺ ചെയ്തതിലൊക്കെ. എത്ര മാർക്ക് കൊടുക്കാം? നമുക്കൊരു 10 മാർക്ക് ഇട്ടാ എത്ര കൊടുക്കും? 10 രൂപ പറഞ്ഞാ ഒരു 8. ഓ, 8 കിട്ടി. ഓ, പാസ്സൊക്കെ കഴിഞ്ഞ് ഡിസ്റ്റിങ്ഷനോട് അടുപ്പിച്ചെത്തി കഴിഞ്ഞ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടൻ നന്നായിട്ട് നമ്മൾ കൊടുത്ത ടാസ്ക് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിന്റെ വക നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ ചേട്ടന് കുറച്ച് റിലാക്സ് ചെയ്യാം. അതായത് ഇനി ഞങ്ങൾ രണ്ടും കൂടെ ഉള്ള ഒരു ഗെയിമാണ്. അതായത് ആ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ ഞാനും ചേച്ചിയും തമ്മിൽ ഒരു ഗെയിം സെഷനാണ് ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഗെയിം കളിച്ച് ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ വക നല്ല അടിപൊളി ഒരു എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമ്മൾ നമ്മുടെ ഗെയിം സെഷനിലേക്ക് പോവുകയാണ്. അതായത് ചേച്ചിയും ഞാനും തമ്മിൽ ഒരു ഗെയിം ഉണ്ട്. ഇതിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിൻ്റെ വക നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമ്മാനം ഞാൻ തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗെയിം കാർഡ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഗെയിം കാർഡ് ഉണ്ട്. സോ ചേച്ചി ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഗെയിം കാർഡ് ചൂസ് ചെയ്യും. ആ ഗെയിം കാർഡിനകത്ത് ഏത് ഗെയിം ആണോ അതാണ് നമ്മൾ രണ്ടും കൂടെ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഗെയിം കാർഡ് ഉണ്ട്. ഏതാ വേണ്ടേ? ഏതാന്ന് വെച്ചാൽ എടുത്തു. സ്വന്തം സൈഡിൽ നിന്ന് തന്നെ എടുത്തു. ഇതാണ് ഗെയിം വന്നേക്കുന്നത്. ഇത് കണ്ടിട്ട് എന്തായിരിക്കും? സ്ട്രോ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, കുറച്ച് ഗ്ലാസുകൾ ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗെയിമാണ്.
അപ്പൊ കുഴപ്പമില്ല, സിമ്പിൾ ആയിരിക്കും അല്ലേ? നമുക്കൊന്ന് നോക്കാം. ബാക്കി 2 കാർഡ്സിലും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സിമ്പിൾ ആണോ എടുത്തതെന്ന് അറിയണമല്ലോ. സ്പൂണും ബോളും പിന്നെ ഇതാണ്ടേ, ഇതാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളതാണെന്ന് തോന്നുന്നു ചേച്ചി എടുത്തത് അല്ലേ? അങ്ങനെയൊക്കെ വിശ്വസിക്കാം. ഇനിയിപ്പോ എന്തായാലും ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഗെയിം സെഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വേണം. സോ പ്രോപ്പർട്ടീസ് പോരട്ടെ. അപ്പൊ ഇതാ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതാ ഒരു ടൈമറും ഞാൻ നോക്കുന്നുണ്ട് സ്റ്റോപ്പ് വാച്ചിനകത്ത്. സോ ഞങ്ങൾ രണ്ടുപേരും ഗെയിം കളിക്കും. അതായത് ആദ്യം ഞാൻ കളിക്കും, പിന്നെ ചേച്ചി കളിക്കാം. ആദ്യം ഞാൻ കളിക്കണം, ചേച്ചി കളിക്കണോ? ശരി. അപ്പൊ എങ്കിൽ ഞാൻ ആദ്യം ഗെയിം കളിക്കാം. അപ്പോൾ നമ്മളിവിടെ ടൈമിംഗ് നോക്കും. ചേച്ചി കളിക്കുമ്പോഴും നമ്മൾ ടൈമിംഗ് നോക്കും. ഏറ്റവും വേഗം ഫിനിഷ് ചെയ്ത ആളാണ് വിന്നർ. ഓക്കെ, അപ്പോൾ എങ്കിൽ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഞാൻ ഗെയിം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ കാർഡ്സിൽ കണ്ടിരുന്നത് പോലെ തന്നെ സ്ട്രോ എടുക്കുന്നു, ശ്വാസം എടുത്ത് ഇത് പൊക്കണം. ഇത് പൊക്കി നമ്മളിത് പൊക്കിയെടുത്ത് ഇവിടെ വെക്കുന്നു. അടുത്തതും പൊക്കിയെടുത്ത് ഇതിൻ്റെ പുറത്ത് വെക്കുന്നു. അങ്ങനെ ഇത് 3 എണ്ണവും ചെയ്യണം. അതാണ് ഗെയിം. ശ്വാസം കുറച്ച് കൂടുതൽ നമ്മൾ എടുത്ത് വെച്ചേരെ, സ്റ്റോർ ചെയ്ത് വെച്ചേരെ. ഓക്കെ, എങ്കിൽ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ടോ. അപ്പൊ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോഴും ക്ലിക്ക് ചെയ്യല്ലേ? ഞാനൊന്ന് ശ്വാസമൊക്കെ എടുത്തൊന്ന് ഞാനൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ നമ്മുടെ ഇവിടെ ബസർ അടിക്കും. ഞാൻ സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോൾ ബസർ അടിക്കുന്ന സമയത്ത് ഞാൻ ബിഗിൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ഫിനിഷ് ചെയ്തേക്കുന്നത് 19 സെക്കൻഡ്സ് ആണ്. ഇനി അടുത്തത് ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ഇതിന് മുമ്പേ ഫിനിഷ് ചെയ്താലാണ് നമ്മളുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ചേച്ചിക്ക് കിട്ടുക. ഓക്കെ, ഒരൊറ്റ ബ്രീത്തിൽ അങ്ങ് എടുത്തു അത്. യെസ് 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 യെസ്. യെസ്, അതവിടെ വെച്ച് ഒരൊറ്റ ബ്രീത്തിൽ അങ്ങ് എടുക്ക്. നടുക്ക് വെച്ചിട്ട് നടുക്ക് വെച്ച് യെസ്. യെസ്, ഓക്കെ. അപ്പൊ ചേച്ചി ഫിനിഷ് ചെയ്തിരിക്കുന്നത് 42 സെക്കൻഡ്സിലാണ്. 42 സെക്കൻഡ്സിലാണ് ചേച്ചി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ പക്ഷെ 19 ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അത്രയും ഒരു ഡിഫറൻസ് വന്നത് കാരണം ചേച്ചി വിൻ ചെയ്തിട്ടില്ല. പക്ഷെ വിഷമിക്കേണ്ട, നമ്മളുടെ വക എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം മാത്രമാണ് കിട്ടാതിരുന്നത്. ബാക്കി ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ തന്നിട്ടേ ഞങ്ങൾ പോവുള്ളൂ. നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ വക കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. സോ മോളെ പരിചയപ്പെട്ടില്ലല്ലോ, മോളുടെ പേര് പറ. അനുശ്രീ. അനുശ്രീ ഏത് സ്റ്റാൻഡേർഡ്? 8th സ്റ്റാൻഡേർഡിൽ. ഞാൻ നേരത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു ഓർമ്മ വെച്ച് വെച്ചത് 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്? ക്രൈസ്റ്റ് നഗർ. മോന്റെ പേര്? ദർശിക്. ദർശിക്, ഓക്കെ. ഹായ്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. 3 മാസമായി. ഹായ്, ഹലോ. നേരത്തെ ഉറക്കമായിരുന്നല്ലേ? ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എഴുന്നേറ്റ് ആള് സ്മാർട്ടായിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പൊ ചേട്ടാ ഞങ്ങളുടെ ഗെയിം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? വളരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ശ്രമിച്ചു നോക്കി നടന്നില്ല. ചേട്ടനൊരു സന്തോഷമുണ്ടോ? അതായത് ലാസ്റ്റ് വന്നിട്ട് ചേട്ടന്റെ പണി പോലെ തന്നെ പുള്ളിക്കാരിക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയതിൽ? മോള് ഗെയിം കണ്ടായിരുന്നല്ലോ അമ്മയുടെ. അച്ഛൻ അയൺ ചെയ്ത ഡ്രസ്സ് കണ്ടായിരുന്നോ? അത് അവിടെ പോയിട്ട് എടുത്ത് തുറന്നു നോക്കിയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാത്ത ചെയ്ത്. ഇനി തൊട്ട് നമുക്ക് അച്ഛനെ അയണിങ് ഏൽപ്പിച്ചാലോ? അറിയില്ല, നിങ്ങൾ ഒരു ടീമാന്ന് തോന്നുന്നല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഗിഫ്റ്റ് തരാം. ഓക്കെ, അപ്പൊ റെഡി ആയിട്ടില്ലേ? ഗിഫ്റ്റ് തരട്ടെ. മോൾക്കാണ് ഞാൻ ആദ്യം ഗിഫ്റ്റ് തരാൻ പോകുന്നത്. നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്ക് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. മോള് പിടിച്ചു നോക്കാം സ്നാക്സ്. ഓക്കെ, 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം, 100% വെജിറ്റബിൾ ഓയിൽ നിർമ്മിച്ചത്, സൂര്യ വാഷിംഗ് സോപ്പ്. ഇത് നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ വക നല്ല അടിപൊളി 2 ഗിഫ്റ്റ്സ് ആണ്. ഗിഫ്റ്റ് മേടിക്കും. നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത ഗിഫ്റ്റ് തന്നിട്ട്? ഓക്കെ,
എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ഓൾ ടുഗദർ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് പ്രത്യേകിച്ചും സൂര്യ കോമഡി ടീമിന്റെ എല്ലാ ടീമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. പക്ഷേ എനിക്കൊരു ചെറിയ സങ്കടം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. പക്ഷെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സമ്മാനം നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. അപ്പോൾ ആ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് എന്താണെന്ന് അറിയണം എന്ന് നിങ്ങൾക്കും ആകാംക്ഷ കാണുമായിരിക്കും. അത് നമ്മുടെ വരും എപ്പിസോഡുകളിൽ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എങ്ങനെ ഇതുപോലെ എൻ്റെ കെട്ടിയോന് വിട്ടൊരു പണി കൊടുക്കാമെന്ന്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ മെയിൽ ID ഇതാ താഴെയുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കും. സോ തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് മീ ശ്രീനിധി സമൃദ്ധ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ ബൈ പറഞ്ഞു.